ഹായ് ഓൾ വെൽക്കം ടു ദ ഇക്കണോമിക് മൈൻഡ്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോണിറ്ററി പോളിസി. എന്താണ് മോണിറ്ററി പോളിസി? മോണിറ്ററി പോളിസിയുടെ ഒരു ഡെഫിനിഷനും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സും ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മോണിറ്ററി പോളിസി പിന്നെ റോൾ ഓഫ് സെൻട്രൽ ബാങ്ക് ഈ കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഫസ്റ്റ് definition. Monetary policies refers to the policy measures taken by the central bank to regulating the money supply, interest rate, and credit availability in the economy to achieve macroeconomic objectives. അതായത് മാക്രോ ഇക്കണോമിക് ഒബ്ജക്റ്റീവ്സ്, അതായത് സാമ്പത്തിക ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ ബാങ്ക് എടുക്കുന്ന ഒരു പോളിസി മെഷറിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. ഒരു രാജ്യത്തെ മണി സപ്ലൈയും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റും ക്രെഡിറ്റിന്റെ അവൈലബിലിറ്റിയും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് മോണിറ്ററി പോളിസി എന്ന് പറയുന്ന ഈ ഒരു പോളിസിയിലൂടെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നടപ്പാക്കുന്നത്. So monetary policies refers to the policy measures taken by the central bank to regulating the money supply, interest rate and credit availability in the economy to achieving macroeconomic objectives. അപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ മോണിറ്ററി പോളിസി നടപ്പാക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരിക്കും. ഒബ്ജക്റ്റീവ്സ്, ഈ മോണിറ്ററി പോളിസിയിലൂടെ ലക്ഷ്യമിടുന്നത് എന്തൊക്കെയാന്ന് വെച്ചാല് ഫസ്റ്റ് പ്രൈസ് സ്റ്റെബിലിറ്റി, ഒരു സ്റ്റെബിലിറ്റി, പ്രൈസിന്റെ ഒക്കെ ഒരു സ്റ്റെബിലിറ്റി ടു കൺട്രോളിങ് ഇൻഫ്ലേഷൻ ഓർ ഡിഫ്ലേഷൻ, അതായത് ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും കുറയ്ക്കുക എന്നുള്ളതാണ് ഈ പ്രൈസ് സ്റ്റെബിലിറ്റിയിലൂടെ ഉദ്ദേശിക്കുന്നത്, ഒരു സന്തുലിതമായ അവസ്ഥ. അടുത്തതാണ് എന്ത് ഇക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തികമായ വളർച്ച. ടു പ്രൊമോട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും കൂടി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അതാണ് ഇക്കണോമിക് ഗ്രോത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം, ഇപ്പോഴത്തെ ആൾക്കാർക്ക് മാത്രമല്ല മറിച്ച് വരും ജനറേഷനും കൂടി റിസോഴ്സസും കാര്യങ്ങളും അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ആണ് ഇക്കണോമിക് ഗ്രോത്ത്. അടുത്തതാണ് ഫുൾ എംപ്ലോയ്മെന്റ്. ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ എന്തുണ്ടാവില്ല, അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവില്ല അല്ലെ, തൊഴിലില്ലായ്മ ഉണ്ടാവില്ല. തൊഴിലില്ലായ്മ ഇല്ലാത്ത ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി, എക്സ്ചേഞ്ച് റേറ്റിലൊക്കെ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരിക, അതായത് മെയിൻറ്റെയിനിങ് ബാലൻസ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. അവിടെ ഒരു ഈ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ എല്ലാം ഒരു എന്തുകൊണ്ട് ഒരു ബാലൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക, അതാണ് എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി. അവിടെയും ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുക. കൺട്രോൾ ക്രെഡിറ്റ് ടു എൻഷുറിങ് പ്രൊഡക്റ്റീവ് യൂസ് ഓഫ് ക്രെഡിറ്റ്, ക്രെഡിറ്റ് കാര്യങ്ങളും കൺട്രോൾ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് മോണിറ്ററി പോളിസിയുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് എന്ത് ഇൻസ്ട്രുമെന്റ്സ്, ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മോണിറ്ററി പോളിസി. മോണിറ്ററി പോളിസിക്ക് പ്രധാനമായിട്ടും രണ്ട് ഇൻസ്ട്രുമെന്റ്സ് ആണുള്ളത്, ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസും ഉണ്ട് അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ടൂൾസും ഉണ്ട്. അതിൽ ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് എന്ന് പറഞ്ഞാൽ, ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എന്താ, ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അത് മെഷർ ചെയ്യാൻ പറ്റും, അളക്കാൻ പറ്റും. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റൂല. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസിനകത്ത് വരുന്നതാണ് എന്ത്, ഫസ്റ്റ് ബാങ്ക് റേറ്റ് പോളിസി, പിന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഈ ക്വാളിറ്റേറ്റീവ് ടൂൾസിൽ വരുന്നതാണ് മാർജിൻ റിക്വയർമെന്റ്സ്, മോറൽ സുവേഷൻ, ക്രെഡിറ്റ് റേഷനിങ്, ഡയറക്റ്റ് ആക്ഷൻ. ഇനി ഇവ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ബാങ്ക് റേറ്റ് പോളിസി. ബാങ്ക് റേറ്റ് പോളിസി ഇസ് ദ റേറ്റ് അറ്റ് വിച്ച് RBI ലെൻഡ്സ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക്, അതായത് RBI കൊമേഴ്ഷ്യൽ ബാങ്കിന് നൽകുന്ന റേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബാങ്ക് റേറ്റ് പോളിസി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്കിന് നൽകുന്ന റേറ്റ് ആണ് ബാങ്ക് റേറ്റ് പോളിസി. ഇതൊരു ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ് ആണ്, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അടുത്തതാണ് എന്ത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വാങ്ങുന്നതിനും വിൽക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. അടുത്തതാണ് ക്യാഷ് റിസർവ് റേഷ്യോ, ഇറ്റ് ഇസ് ദ പെർസെൻറ്റേജ് ഓഫ് ഡെപ്പോസിറ്റ്സ് ബാങ്ക്സ് മസ്റ്റ് കീപ്പ് വിത്ത് RBI. അതായത് RBIയിൽ ഓരോ ബാങ്കും കീപ്പ് ചെയ്യുന്ന ഒരു എമൗണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവും, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക് പോലുള്ള മറ്റു ബാങ്കുകൾ RBIയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കീപ്പ് ചെയ്യുന്ന അവരുടെ ഫണ്ടാണ് എന്തെന്ന് പറയുന്നത് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. അടുത്തതാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, ഇസ് ദ പെർസെൻറ്റേജ് ഓഫ് ഡെപ്പോസിറ്റ് ടു ബി കെപ്റ്റ് ഇൻ ലിക്വിഡ് ഫോം. അതായത് ഈ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ഓരോ ബാങ്കുകളും അവരുടേതായ ആ സ്വയം ബാങ്കിൽ തന്നെ ഒരു ലിക്വിഡ് ഫോമിൽ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഒരു ലിക്വിഡ് ഫോമിലായിരിക്കും അത് എടുത്തു വെച്ചിട്ടുണ്ടാവുക. ലിക്വിഡ് ഫോം എന്ന് പറഞ്ഞാൽ എന്താ, മണി ഒരു ലിക്വിഡ് ആയിട്ടുള്ള ഒരു അസറ്റ് ആണ്.
അപ്പം സ്വന്തം ബാങ്കിൽ തന്നെ ഇപ്പൊ കൊമേഴ്ഷ്യൽ ബാങ്ക് അതായത് കൊമേഴ്ഷ്യൽ ബാങ്കിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയാം. എന്നാൽ ഈ കൊമേഴ്ഷ്യൽ ബാങ്ക് ആർ ബി ഐയിൽ വെക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയാം. അടുത്തതാണ് മാർജിൻ റിക്വയർമെന്റ്സ്. ഇതൊരു ക്വാളിറ്റേറ്റീവ് മെഷർമെന്റ് ആണ്. ആർ ബി ഐ ചേഞ്ചസ് ദി മാർജിൻ ഫോർ ലോൺസ് അഗെയിൻസ്റ്റ് സെക്യൂരിറ്റീസ്. ഓരോ സെക്യൂരിറ്റീസിനും കാര്യത്തിനും വേണ്ടിയിട്ട് ആർ ബി ഐ എന്ത് ചെയ്യും, ഈ ലോണിന്റെ ആ ഒരു മാർജിൻ ഉണ്ടാവില്ല, ഒരു ലെവൽ ഉണ്ടാവില്ല, അത് ചേഞ്ച് ചെയ്യും. അതിനെ നമ്മൾ മാർജിൻ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. ദെൻ മോറൽ സുവേഷൻ, പെർസ്വേഡിങ് ബാങ്ക്സ് ടു ഫോളോ ഗൈഡൻസ്. അതായത് ബാങ്കുകൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് ഗൈഡൻസ് ഉണ്ടാവും, അതാണ് മോറൽ സുവേഷനകത്ത് വരുന്നത്. അടുത്തതാണ് ക്രെഡിറ്റ് റേഷനിങ്, ദി ഇമ്പോസിംഗ് ലിമിറ്റ്സ് ഓൺ ക്രെഡിറ്റ് ടു സർട്ടൻ സെക്ടേഴ്സ്. അതായത് ഓരോരോ സെക്ടറിനും ഒരു ലിമിറ്റ് ഉണ്ടാവും. അവൈലബിൾ ആയിട്ട് ഇവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു എമൗണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു ഫണ്ടിന് ഇത്ര ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ ലിമിറ്റിനാണ് എന്തെന്ന് പറയുന്നത്, ക്രെഡിറ്റ് റേഷനിങ് എന്ന് പറയുന്നത്. ദെൻ ഡയറക്റ്റ് ആക്ഷൻ, പെനാൽറ്റീസ് ഓർ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ്ഡ് ഓൺ ബാങ്ക്സ് നോട്ട് ഫോളോയിങ് ഗൈഡൻസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു കുറച്ച് ഗൈഡൻസും കാര്യങ്ങളും ബാങ്ക് ഫോളോ ചെയ്യണമെന്ന്. അങ്ങനെ ഈ ഗൈഡൻസും കാര്യങ്ങളും ഫോളോ ചെയ്യാത്ത ബാങ്കിന് കൊടുക്കുന്ന പെനാൽറ്റീസോ അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? സോ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് മോണിറ്ററി പോളിസിനെ കുറിച്ചാണ്. എന്താണ് മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താന്ന് പറഞ്ഞു, പിന്നെ ഇൻസ്ട്രുമെന്റ്സും പറഞ്ഞു. ഇൻസ്ട്രുമെന്റ്സ് പ്രധാനമായിട്ടും ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, അത് മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, അതൊരിക്കലും മെഷർ ചെയ്യാൻ പറ്റൂല. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. താങ്ക് യു.